കേരളത്തിനും കർണാടകക്കൊന്നും വേണ്ടി കുറേ കളിച്ചിട്ട് കാര്യമില്ല. ഫുട്ബോൾ എന്താണെന്ന് അറിയണം. ഫുട്ബോളിനെ കുറിച്ച് അറിയണം. ബാലൻഡിയോർ എന്ന് പറഞ്ഞാൽ ഗോൾ അടിച്ചവനിക്ക് കൊടുക്കുന്നതല്ല, ഗോൾ അടിച്ചവനിക്ക് കൊടുക്കുന്നതാണ് ഗോൾഡൻ ബോട്ട്. ബാലൻഡിയോർ പറഞ്ഞെങ്കിൽ ട്രോഫി, അവൻ്റെ ഇൻഡിവിജ്വൽ പെർഫോമൻസ്, ഗോൾ ആയിക്കോട്ടെ, പ്ലേ മേക്കിംഗ് ആയിക്കോട്ടെ, ഡിഫെൻഡിങ് ആയിക്കോട്ടെ, എല്ലാം നോക്കും. മൊത്തം നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. ആളണ്ടിന് മെസ്സിയേക്കാൾ എന്താ കൂടുതലുള്ള ഗോളല്ലാതെ? അസിസ്റ്റ് മെസ്സി, പാസ് മെസ്സി, ഡ്രിബിൾ മെസ്സി, ത്രൂ പാസ് മെസ്സി, കീ പാസ് മെസ്സി, ചാൻസ് ക്രിയേറ്റ് മെസ്സി, ഔട്ട് സൈഡ് ദ ബോക്സ് ഗോൾ കൂടുതൽ മെസ്സി, ഫ്രീക്ക് കൂടുതൽ മെസ്സി, റൈറ്റിംഗ് കൂടുതൽ മെസ്സി. റൈറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, റൈറ്റിംഗ് ആണ് ഇമ്പോർട്ടൻ്റ്. മനസ്സിലായില്ലേ? മാൻ ഓഫ് ദ മാച്ച് കൂടുതൽ മെസ്സി, 24 മാൻ ഓഫ് ദ മാച്ച്, അളണ്ടിനുള്ള 11. ഓന് പ്രീമിയർ ലീഗ് എടുത്തിന്, മെസ്സി ലീഗ് കൊണ്ട് എടുത്തിട്ടുണ്ട്. ഓന് UCL അടിച്ചിട്ട് മെസ്സി വേൾഡ് കപ്പ് അടിച്ചിട്ടുണ്ട്. ഓന് 3 ട്രോഫി, മെസ്സിക്ക് 3 ട്രോഫി ഉണ്ട്. മെസ്സി കളിച്ച 2 ഫൈനൽ, ഫ്രഞ്ച് സൂപ്പർ കപ്പും വേൾഡ് കപ്പും, 2 ഫൈനലും ഗോളും ബെസ്റ്റ് പ്ലെയറും മെസ്സി. അവനിക്ക് ഫൈനൽ ഗോളുള്ള ഓനോടെ ഇമ്പോർട്ടൻ്റ് മത്സരത്തിൽ കളിച്ചിന് ആരെങ്കിലും കൊണ്ടു കൊടുക്കുന്ന ടാപ്പിന് അടിക്കുന്നതല്ലാണ്ട് ഓനെന്താ ഇവിടെ കളിച്ചിട്ടില്ല. മെസ്സിൻ്റെ 2 അസിസ്റ്റ് മതിയല്ലോ ക്രൊയേഷ്യക്കെതിരും നെതർലാൻഡിനെതിരെയുള്ള ആളാണ്ടിൻ്റെ സീസണ് തന്നെ. വേൾഡ് കപ്പിൽ പ്രീ ക്വാർട്ടർ, ക്വാർട്ടർ, സെമി, ഫൈനൽ എല്ലാത്തിലും ഗോൾ. മാൻ ഓഫ് ദ മാച്ച് വേൾഡ് കപ്പിൻ്റെ ഹിസ്റ്ററിയിൽ നിന്ന് അങ്ങനത്തെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് ഉണ്ടോ? വെറുതെ നിങ്ങൾ റൊണാൾഡോൻ്റെ ഫാൻസ് പറഞ്ഞിട്ട് മെസ്സിക്കെതിരെയുള്ള ആരും താങ്ങി നടക്കരുത്. മനസ്സിലായില്ലേ? കളീൻ്റെ ഫുള്ള് കണക്ക് പഠിക്കണം. ഗോൾ മാത്രമല്ല ഫുട്ബോൾ. എന്നാൽ പിന്നെ പെനാൽറ്റി അടിച്ച് പോയാൽ പോരെ. എന്തിനാ 90 മിനിറ്റ് ഫുട്ബോൾ കളിക്കുന്നത്?